ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു WinTrader ട്രേഡിംഗ് സിസ്റ്റം. ഞാൻ ഇന്ന് നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൻ്റെ ലൈവായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഫോറക്സിൽ എങ്ങനെ നമ്മുടെ WinTrader സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ ലൈവ് മാർക്കറ്റിലൂടെ കാണിക്കുകയാണ്. എന്നിട്ട് ഞാൻ കുറച്ച് പേർ, അതായത് GBP AUD, NSE CHF, USD JPY, AUD, NSD ഇത്രയും ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിന് 30 മിനിറ്റ്സിന് ടൈം ഫ്രെയിമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഫോറക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 15, 30, H1, H4 ഈ 4 ടൈം ഫ്രെയിമും നമുക്ക് ഫോറക്സിൽ സ്യൂട്ടബിൾ ആണ്. അപ്പോൾ 4 ടൈം ഫ്രെയിമിൽ ഏത് ടൈം ഫ്രെയിം ഇടയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലെ ലൈവിൽ ഞാൻ പെർഫോമൻസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈവിലെ പെർഫോമൻസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ കോൺടാക്ട് നമ്പറും എൻ്റെ ഡീറ്റെയിൽസും ഇവിടെ എല്ലാം ഡിസ്പ്ലേ ആയി വരുന്നുണ്ട്. അതോടൊപ്പം താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ്, ടെസ്റ്റിമോണിയൽ, സ്ക്രീൻഷോട്ട് എല്ലാം ഡിസ്പ്ലേ ആയി വരുന്നുണ്ട്. അപ്പോൾ ലൈവിലൂടെ പെർഫോമൻസ് കാണേണ്ടവർ വിളിക്കുക, ട്രയൽ എടുത്ത് നോക്കുക. ട്രയൽ എടുത്ത് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇവിടെ ഡിസ്പ്ലേ ആവുന്ന 8139039994. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് GBP AUDയുടെ ചാർട്ടാണ്. ഇതിനകത്ത് 30 ടൈം ഫ്രെയിമിലാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ കോർണറിലാണ് ലൈവ് റേറ്റ് കാണുന്നത്. ഇതിൽ നമുക്ക് ഈ ഗ്രീൻ കളർ അപ്പാരോ കാണുന്നതാണ് ബൈ സിഗ്നൽ, റെഡ് കളർ ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ. ഇത് ഇവിടെ നിന്നാണ് ഡേ ബ്രേക്കർ ലൈൻ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വരുന്ന സമയത്ത് ബെൽ സൗണ്ടോടുകൂടി നമുക്ക് സ്പീക്കർ കണക്റ്റഡ് ഒക്കെ ആണെങ്കിൽ അലേർട്ട് വരും. അതോടൊപ്പം ലേറ്റസ്റ്റ് സിഗ്നൽസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ മെയിലും താഴെയായിട്ട് കാണും. അപ്പോൾ ഇതിനകത്ത് ലേറ്റസ്റ്റ് സിഗ്നൽ വന്നിരിക്കുന്നത് ഇന്ന് 12 മണിക്കാണ്. 12 മണിക്ക് 1.7470 ബൈ കൊടുത്ത് തന്നിരിക്കുന്നത്. അതിൻ്റെ 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് ബൈ, നല്ലപോലെ ബൈ മാർക്കറ്റ് കയറി, ഇപ്പോഴും ബൈ കണ്ടിന്യൂ ആണ്. അപ്പോൾ ഇതിൽ എടുക്കേണ്ട പോയിന്റ് ഞാൻ പറഞ്ഞു തരാം. മെയിനായിട്ട് സിഗ്നൽ വരുമ്പോൾ എല്ലാ സിഗ്നലും എടുക്കാതിരിക്കുക. സിഗ്നൽ എടുക്കേണ്ട സമയത്ത് കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം എടുക്കുക. കൺഫർമേഷൻ നോക്കേണ്ട വിധം ക്യാൻഡിൽ കളർ, വോളിയം ബാർ കളർ, പ്രൈസ് ഇൻ ബൈസ് ഉണ്ട്. ഇത് 3 വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കുക. അപ്പോൾ ഇത് 3 കൺഫേം ആയിരുന്നു. ബൈ വന്നിരിക്കുന്നതിൽ കൺഫേം ആയിരുന്നു. ഈ ക്യാൻഡിലാണ് നമുക്ക് പൊസിഷൻ എടുക്കാൻ പറ്റുന്നത്. 1.7475. ഇപ്പോൾ 57522 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 50 പോയിൻറ്റ്സിൻ്റെ 53 പോയിൻറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കണ്ടിന്യൂ ആണ്. അപ്പം മെയിനായിട്ട് അതല്ലാതെ തന്നെ ഇപ്പം മാർക്കറ്റ് ഇപ്പം പകുതി ഓപ്പണായി, ഇപ്പോൾ പകുതി ഇപ്പോൾ ഇത്രയും കയറിയിട്ടാണ് ആരും കണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത്, അതായത് റെഡ് കളർ സ്റ്റാർ ബ്രേക്ക് ചെയ്യുന്ന പൊസിഷനിൽ രണ്ടാമത് വേണമെങ്കിൽ എടുക്കാം പൊസിഷൻ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ബ്രേക്ക് ഔട്ട് വരുന്ന പൊസിഷൻ നോക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഈ സെല്ല് തന്നെ വന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങി, നമുക്ക് ഇവിടെ നിന്നായിട്ട് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇത്ര ഇറങ്ങിയിട്ടാണ് കണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഔട്ട് വരുന്ന പൊസിഷനിൽ പിന്നെ എടുക്കുക. ഇവിടെ നിന്ന് രണ്ടാമത് നമുക്ക് പൊസിഷനും കൂടി എടുക്കാം. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ആവുന്ന പൊസിഷനിൽ. അങ്ങനെ ഇവിടെ നിന്ന് ഇപ്പം ബൈ ആണ് പോകുന്നതെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടെ കയറിയിട്ടാണ് കണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് വരുന്ന പൊസിഷനിൽ പിന്നെ ബൈ എടുക്കാം. അങ്ങനെ നമുക്ക് ബ്രേക്ക് ഔട്ട് വരുന്ന പൊസിഷൻ നോക്കി ബൈ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് ഇവിടെ നിന്ന് റീ എൻട്രി ടാർഗറ്റ് എൻട്രി പോയിന്റും എല്ലാം ആയിട്ട് ഈ കോർണറിൽ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് NSE CHF. ഇതിന് ഇന്ന് വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു, സെല്ലായിരുന്നു മോർണിംഗിൽ. പക്ഷേ കുറച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടാണ് ഓപ്പൺ ആയത്. ഇപ്പോൾ ഇന്നലത്തെ ബൈ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഇവിടെ എക്സിറ്റ് അടിക്കാനുള്ള പൊസിഷനാണ് ഇത് വന്നിരിക്കുന്നത്. നല്ലപോലെ മാർക്കറ്റ് മോർണിംഗിൽ മേളിലേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സെല്ല് വന്നത്. സെല്ല് ആക്ച്വലി ഇന്ന് വന്നിരിക്കുന്നത് സെല്ല് 10 മണിക്ക് NSE CHF ആണ്. ഓക്കെ, 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം എല്ലാത്തിനും 30 സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആക്ച്വലി നമുക്ക് ഫസ്റ്റ് 3 ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 3 ടാർഗറ്റ്സും നമുക്ക് അച്ചീവ് ആയിട്ടുണ്ട്. നന്നായിട്ട് സെല്ല് മാർക്കറ്റ് പോയിട്ടുണ്ട്. കാരണം ഒറ്റ കുത്തനെയുള്ള ഇറക്കമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ഒറ്റടിക്ക് മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സെല്ല് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് പിന്നെയും റീ എൻട്രി തരും. ആ സമയത്ത് വേണമെങ്കിൽ രണ്ടാമത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ടോട്ടലി ഇപ്പോൾ ഇതിനകത്ത് 50 പോയിൻറ്റ്സിൻ്റെ അപ്രോക്സിമേറ്റ് 50 പോയിൻറ്റ്സിൻ്റെ നമുക്ക് ആക്രമായിട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് വന്ന ബൈയും ഇന്ന് മോർണിംഗിൽ പകുതി വരെ, അതായത് ഇവിടെ നിന്നാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട പൊസിഷൻ, അതുവരെ മാർക്കറ്റ് ബൈ പോയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് USD JPY. അപ്പം ഇതിൽ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിന്നാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിനകത്ത് ഒറ്റ സിഗ്നൽ മോർണിംഗിൽ നമുക്ക് ഒരു 5 മണിക്ക് 125.46 ബൈ തന്നതാണ്. അവിടുന്ന് മാർക്കറ്റ് സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് ആക്ച്വലി ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന പൊസിഷനിൽ എടുക്കാമായിരുന്നു. 125 നമുക്ക് ആക്ച്വലി 126 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ഒരു 60-70 പോയിൻറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. ഒരു ടാർഗറ്റ് അടിച്ചിട്ടുള്ളൂ. പക്ഷേ
സെക്കൻഡ് ടാർഗറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ കുറച്ച് ട്രെൻഡ് ലൈൻ റെഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ സെല്ലല്ല, ഇത് ആക്ച്വലി ബൈ തന്നെയാണ്. സൈഡ് വേസ് വരുന്നത് വരെ, അതായത് ഇതുപോലെ സൈഡ് വേസ് കാണുന്നത് വരെ നമുക്ക് എക്സിറ്റ് അടിക്കേണ്ട, അവിടെ വരെ നമുക്ക് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് AUD NSD. ഇതിനകത്ത് ബൈ ആക്ച്വലി കഴിഞ്ഞ ദിവസം വന്ന, അതായത് 12-ന് ഇന്നലെ വന്ന ബൈയുടെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് പോയത്. ഇന്നലെ മാർക്കറ്റ് ഒട്ടും കൊള്ളില്ലാത്ത മാർക്കറ്റായിരുന്നു. അതായത് ബൈ തന്നിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് വരുന്നില്ലായിരുന്നു. കൺഫർമേഷൻ വന്ന സിഗ്നലാണ്, എന്നുള്ള സൈഡ് വേസ് ആണ് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതേ റേറ്റിൽ തന്നെയാണ്. എന്നാൽ ബൈ സെല്ലിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സെല്ലിലേക്ക് പോകുന്നില്ലായിരുന്നു. ബൈ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയതും, പക്ഷേ അതേ റേറ്റിൽ തന്നെ. ഇന്ന് ആക്ച്വലി കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് കയറിയത്. ഇന്ന് മാർക്കറ്റ് നല്ലപോലെ ഇറങ്ങിയായിരുന്നു എന്ന്. അത് പക്ഷേ അതേപോലെ തന്നെ മാർക്കറ്റ് മേലിലോട്ട് കയറി. അപ്പോൾ ആക്ച്വലി ഇതുപോലുള്ള പൊസിഷനൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്യുക, സൈഡ് വേസ് കാണിച്ചിരിക്കുന്ന പൊസിഷനൊക്കെ വെയിറ്റ് ചെയ്യുക, ഒരു പൊസിഷനും നമ്മൾ എടുക്കാതിരിക്കുക, സെല്ലും ബൈയും. അപ്പം ബൈ കൺഫേം ആയത് റെസിസ്റ്റൻസ് അവൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ പൊസിഷൻ എടുക്കാം. അപ്പം ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തത് മാർക്കറ്റ് മേലിലേക്ക് പോകും. അപ്പോൾ ഈ സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് ആക്ച്വലി ഇവിടുന്ന് പൊസിഷൻ എടുക്കാം. ഇപ്പോഴും ബ്രേക്ക് ഔട്ട് ചെയ്ത് പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് 1.0899 നമ്മൾ എടുത്തിട്ട് 936 വരെ പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ഈ ബൈ സിഗ്നൽ പ്രകാരം നമുക്ക് 500 പോയിന്റ്സ് എന്തായാലും ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആക്ച്വലി ടോട്ടലി 690 പോയിന്റ്സിൻ്റെ അച്ചീവ്മെൻ്റ് ഉണ്ട്. എന്തായാലും 500 പോയിന്റ്സ് എന്തായാലും ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ആക്ച്വലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇന്നലെ ഒന്നും മാർക്കറ്റ് മേളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇന്നാണ് നമുക്ക് ആക്ച്വലി നല്ലപോലെ കയറിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ ഇന്നത്തെ ഫോറക്സിൻ്റെ പെർഫോമൻസ്. അപ്പോൾ ഇതേപോലത്തെ പെർഫോമൻസ് ലൈവായിട്ട് കാണണമെന്നുള്ള ആഗ്രഹിക്കുന്നവർ, ട്രയലിൽ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മൾ ട്രയലിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡയറക്റ്റായിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഡെമോ ഫോം ഫില്ലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വ്യൂവേഴ്സ്. താങ്ക് യു.